ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് റെസിപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ ചില ക്ലീനിങ് ടിപ്സും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരു അടിപൊളി വ്ളോഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കൂടെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തും കൂടി അറിയിക്കണേ. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസിന് റീച്ച് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പം റീച്ചും കാര്യങ്ങളൊക്കെ കുറയുമ്പം നമുക്ക് മാനസികമായിട്ട് വിഷമം തന്നെയാണ്. അതൊക്കെയാണ് വീഡിയോ ചെയ്യാനൊരു മടി. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. ഒരു വർക്കിംഗ് ഡേയിലെ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. രാവിലെ എങ്ങനെയാണ് പെട്ടെന്ന് പണികൾ ഒതുക്കുക എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, വർക്കിംഗ് മോംസ്, അതുപോലെ തന്നെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവും. കുട്ടികൾ എണീക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റത് പതിവ് പോലെ നമ്മൾ ചായൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിച്ചു തരാം. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പം അല്ലെങ്കിൽ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പം, പാലപ്പം അതൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ തരത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അരമണിക്കൂർ മതി നമുക്ക് ഈ ഒരു പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതും അരി വെള്ളത്തിലിടെ കുതിർക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇളം ചൂടുള്ള വെള്ളം, നേരിയ ചൂടുള്ള വെള്ളം 2 കപ്പ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പറയുന്ന അളവുകളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള പാലപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് ഹുഡ് ആൻഡ് ഹോബ് വാങ്ങിക്കുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വോയിസ് ഓവറൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്കത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. അതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അങ്ങനെ 2 കപ്പ് നേരിയ ചൂടുള്ള വെള്ളത്തിലേക്ക് 2 കപ്പ് സാധാരണ അരിപ്പൊടി, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ, ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ സെയിം പൊടി. അതേ കൂടെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു വലിയ തരിയുള്ള ഈസ്റ്റ് അല്ല, അത് ചെറിയ തരിയുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 കപ്പ് തേങ്ങയും കൂടി വേണം. തേങ്ങ ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. അത്രയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൻ്റെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആ രീതിക്ക് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി കട്ട കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ആദ്യം പൊടി ഇട്ടിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ പൊടി അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് അരയാതെ കിടക്കും കേട്ടോ. അങ്ങനെ ഈ സംഭവം ഇനി നമുക്ക് ഒരു അരമണിക്കൂർ മിനിമം, 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാട്ടോ, മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിതാ കയ്യോടെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലെ പണികൾ ഒന്നും കൂടി ഈസി ആയിട്ട് മാറും. ചിലപ്പോൾ നമ്മൾ അതവിടെ നിൽക്കട്ടെ എന്ന് കരുതി പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും, ഒട്ടിപ്പിടിച്ചിട്ട് പോരാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, സംഭവം പെട്ടെന്ന് തന്നെ ക്ലീനായി വന്നോളും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് അതിൻ്റെ മേലെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഈ പറഞ്ഞ പോലെ പാലപ്പം അല്ലെങ്കിൽ വെള്ളപ്പം, അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇവിടെ ഇഷ്ടം തീരെ മസാല ഒന്നും ചേർക്കാണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു കറിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ അല്ലെങ്കിൽ മീൻ പൊരിക്കാൻ ഫ്രൈ പാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ഇതുപോലെ ലൂസായി പോകുന്ന കാര്യം ശ്രദ്ധിക്കൽ. അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ ഇതുപോലെ ടൈറ്റാക്കി വെക്കും കേട്ടോ. എപ്പോഴും കിച്ചണിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉള്ളത് നല്ലതാണ്. പക്ഷേ നമ്മളെ ഓൾ പർപ്പസ് ഈ ഒരു കത്തിയാണ്. പല രീതിയിൽ ചുണ്ടുള്ള കത്തികളുണ്ട്. അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ അപ്പം തന്നെ അത് മുറുക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ലൂസായി പിടി ഊരി പോരാണ്ടൊക്കെ രക്ഷപ്പെടാം കേട്ടോ. പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഗ്രീൻ പീസ് കറിയാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കഴുകിയിട്ട് അതൊന്ന് ഗ്രീൻ പീസ് മാത്രം എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി വേണം കേട്ടോ. ഒരു 6 7 8 അല്ലി
വെളുത്തുള്ളിയാണ് ഈ ഒരു കറീൻ്റെ മെയിൻ ഫ്ലേവറിങ് ഏജൻറ്റ് കേട്ടോ. ഈ ഒരു കറിയിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല എന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഇല്ല എന്നല്ല, നല്ല ടേസ്റ്റാണ്. ഇടിയപ്പം, പാലപ്പം അങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പൂരിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസിലേക്ക് വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കീറിയിട്ടതിന് ശേഷം കുക്കറിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലും അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അന്നേരം ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പിലും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ആ കറിയിലേക്ക് നിൽക്കുന്നത് നല്ല ടേസ്റ്റ് കൂട്ടുക. അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളല്ലേ, ഒരുപാട് ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻസും ഒന്നും ആവശ്യമില്ല. പക്ഷേ ലാസ്റ്റ് വരുന്ന ഔട്ട്കം നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് മുതലാണ് കേശ കുറേ കാലത്തിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലം ആ ഒരു ടിഫിൻ ബോക്സൊക്കെ എടുക്കാത്തതുകൊണ്ട് ഞാനൊന്ന് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല, ചിലപ്പം വീക്ക്ലി വൺസ്. അതല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസം അവൾ ലഞ്ച് ബോക്സ് തരാൻ മറന്നുപോയിട്ട് ബാഗിൽ തന്നെ വെക്കും. അപ്പം നമുക്ക് അന്ന് തന്നെ കഴുകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്ന് പിറ്റേ ദിവസം ഞാനിതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും. അതല്ലെങ്കിൽ വീക്ക്ലി വൺസ്, അങ്ങനെ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. നമ്മളെപ്പോഴും അപ്പം തന്നെ കഴുകി വൃത്തിയാക്കുന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെ എപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ച് വെക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളത്. കാരണം ക്ലാസ്സുള്ള സമയത്ത് വീഡിയോ എടുക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യലും എല്ലാം കൂടി ആവുമ്പം എനിക്ക് ലേറ്റ് ആവും, ഈ സമയങ്ങളൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ ഈ ട്രൈപോഡ് എടുത്ത് അങ്ങോട്ട് വെച്ച് ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോക്കസൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ക്ലാസ്സില്ലാത്ത ദിവസം നോക്കി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ കേശയ്ക്ക് എന്ത് ഞാൻ ചോറ് കൊടുത്തു വിടുന്നില്ല, ഓക്ക് എപ്പോഴും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് പിന്നെ പാലപ്പം അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതന്നെ ലഞ്ചിന് കൊടുക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ളം ഞാൻ ഇപ്പോഴാണ് വെക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ എണീറ്റ് വരുമ്പം ആദ്യം തന്നെ ചോറ് അങ്ങോട്ട് വെക്കുക ചെയ്യൽ, പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ഓരോന്നായിട്ട് അങ്ങനെ കൊണ്ടുപോകലാണ്. അപ്പോൾ ഒരു 8:30 മണിക്കാണ് ഞാൻ സാധാരണ ഇറങ്ങൽ. ചില ദിവസം നേരത്തെ ക്ലാസ്സുള്ള ദിവസം 7:45 8 മണിൻ്റെ മുന്നായിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചോറും കറികളും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാവും. പിന്നെ ക്ലീനിങ്ങേ ബാക്കി ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ക്ലീനിങ് ഞാൻ കോളേജിലുള്ള ദിവസം രാവിലെ ചെയ്യലില്ല, ഒന്നൊക്കെ വൈകിട്ട് നേരത്തെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അതെല്ലാം എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ചെയ്യും. ചില ആഴ്ച നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും, ആ സമയത്ത് നമുക്ക് വീക്ക്ലി വൺസ്, അതായത് സാറ്റർഡേ സൺഡേസ് മാത്രമേ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും ചെറിയ ചെറിയ ക്ലീനിങ്സൊക്കെ നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല, അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലീനിങ് റുട്ടീനും ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു വീക്ക്ലി ക്ലീനിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അവൾ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ സെറ്റാക്കി. അതിന് ശേഷം നമുക്ക് ആ ഒരു കറിയിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പം ഞാൻ അധികം ഈ ഒരു പാക്കറ്റാണ് യൂസ് ചെയ്യൽ, പാലെടുക്കാൻ സിമ്പിളാണല്ലോ. തേങ്ങാപ്പാലിൻ്റെ പൊടി തേങ്ങ കിട്ടാതായ സമയത്ത് വാങ്ങി ശീലിച്ചതാണ്, ഇപ്പോൾ അതാണ് ഭയങ്കര സിമ്പിൾ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് രണ്ടാക്കും കുറച്ച് ഹോർലിക്സും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹോർലിക്സിൻ്റെ പൗഡർ നിങ്ങൾ കണ്ടില്ല, ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കട്ട പിടിക്കില്ല കേട്ടോ. പൊതുവേ നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചാലും ആ ഒരു ബോട്ടിൽ വാങ്ങിച്ചാലും പുറത്ത് വെച്ച് 1-2 ദിവസം എടുത്ത് കഴിഞ്ഞാൽ അത് കട്ട കുത്തിയിട്ട് ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി ഒരിക്കലും കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആവുന്നത് ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള കറികൾ, ഉപ്പേരി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് ഞാൻ വിസിലൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കി. അപ്പോൾ ചില ഗ്രീൻ പീസ് നമുക്ക് എത്ര വേവിച്ചാലും ഉടയാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എത്ര ഒരു 10 വിസിലടിച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കയ്യിൽ അല്ലെങ്കിൽ തവി വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ നന്നായിട്ട് നമുക്ക് മാഷായിട്ട് കിട്ടും. ഇതിപ്പോൾ അതുപോലെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു കറി നമുക്ക് ആ ഒരു ഗ്രീൻ പീസ് അങ്ങനെ മൊത്തത്തിൽ നന്നായിട്ട് ഉടഞ്ഞിട്ട് വേണം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബാജിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ടൈപ്പ് മൊത്തം ഉടഞ്ഞിട്ട് നല്ല കുഴകുഴാന്ന് വേണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അതും ഹാൻഡ് ബ്ലെൻഡറും അതുപോലെ തന്നെ കൈയോട് തന്നെ കഴുകി വെക്കാൻ പോവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹാൻഡ് ബ്ലെൻഡർ, മിക്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ തന്നെ അപ്പം തന്നെ നമ്മൾ പൈപ്പിൻ്റെ താഴെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കാണിച്ചിട്ട് വെച്ചിട്ട് പിന്നീട് നമ്മൾ സോപ്പിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഒന്ന് കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലൊക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കഴുകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്ന് ഞാൻ കുറുവ അരി വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. ചില ദിവസം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പെട്ടെന്ന് വേവുന്ന ആ ഒരു അരി വെച്ചിട്ടുമാണ് കേട്ടോ. അപ്പോൾ കുറുവ അരി വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാനിതുപോലെ കുറച്ച് സമയം ആ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കും. പിന്നെയാണ് ഞാൻ ഒരു വിസിലടിക്കുന്ന മുന്നായിട്ട് ഓഫാക്കിയിടുക ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചെയ്യൽ കുക്കറിൽ ചോറ് വെക്കൽ എന്നുള്ളത്. ഒരു തുള്ളി പോലും പുറത്തു പോകാതെ നമുക്ക് നല്ല ചോറ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുക്കത് കറിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ കറി കാണാൻ കണ്ടില്ലേ ആ ഒരു പച്ചപ്പട്ടാണീൻ്റെ അതേ കളറാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല വെളിച്ചെണ്ണൻ്റെയും ആ ഒരു കറിവേപ്പിലേൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഒരു മൈൽഡ് ടേസ്റ്റാണ്. നമ്മളൊരു കുറുമൊക്കെ കഴിക്കുന്ന അതിൻ്റെ ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു മാവിന് വേണ്ടിയിട്ട് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് നിങ്ങൾ പുതിയ ഈസ്റ്റ് തന്നെ എപ്പോഴും എടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നല്ല, ഏതൊരു കാര്യത്തിനും ഈസ്റ്റ് വാങ്ങിക്കുമ്പം പുതിയത് തന്നെ വാങ്ങിക്കുക. അതൊരു 2 മാസം മാക്സിമം, അല്ലെങ്കിൽ 3 മാസം അത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കി ഉണ്ടെങ്കിലും എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളത് ഒഴിവാക്കിയിട്ട് വേറെ തന്നെ എടുക്കുക. കാരണം പുതിയ ഈസ്റ്റ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു രീതിക്ക് അത് ഫെർമെൻ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈസ്റ്റ് ഓൾമോസ്റ്റ് എക്സ്പയറി ഡേറ്റ് കഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളായിരുന്നു കേട്ടോ. ഇതുപോലെ എന്തോ ഒരു ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ട് എടുക്കാതെ അങ്ങനെ വെച്ച് മറന്നു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഈസ്റ്റിൻ്റെ വർക്കിങ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല പുതിയ ഫ്രഷ് ഈസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. പിന്നെ കേശയ്ക്ക് ഇതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അവൾ ആദ്യമൊക്കെ വെള്ളപ്പം എന്ന് പറയുമ്പോൾ കഴിക്കൂല. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നിനക്ക് മാത്രമാണ് പൂവപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കും. ഇപ്പം സംഭവം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഓക്കെ ഇഷ്ടം ഇതുപോലെ ആ ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഓള് ലഞ്ച് ബോക്സിലേക്കുള്ളതും കൂടി പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലേ, രാവിലെ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്നൊരു കാര്യമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കയ്യിലൂടെയും മനസ്സിലൂടെ പ്രത്യേകിച്ചും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കി വെക്കും. അതിനിടയ്ക്ക് ഓരോന്ന് വിട്ടു പോവും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പം നമുക്ക് എന്തായാലും അങ്ങനെ വിട്ടു പോകാൻ ചാൻസ് ഇല്ല, വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ചെയ്തിട്ട് തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴും ഒന്നുകൂടി ഈസി ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ക്ലാസ്സിന് പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാത്തത്. ക്ലാസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പേരി കറി അതിനുവേണ്ട എല്ലാ സംഭവങ്ങളും ഞാൻ തലേദിവസം തന്നെ മാക്സിമം അരിഞ്ഞൊക്കെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ രാവിലെ നമുക്ക് പെട്ടെന്നെടുത്ത് കുക്ക് ചെയ്യാനുള്ള ഒരു പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരേ സമയം റെഡിയാവും ചെയ്യും കേട്ടോ. അങ്ങനെ കേശ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ അപ്പം ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിതുപോലെ ഇങ്ങനെ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോകാനാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ചോറും കറികളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടാം, പക്ഷേ ചോറിനേക്കാളും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു പയറുപ്പേരി, വഴുതന വെച്ചിട്ടൊരു കറി, അതുപോലെ തന്നെ മീൻ കായം തേച്ചുണ്ട്. അപ്പോൾ അത് ചോറ് തിന്നുന്ന സമയമാകുമ്പോഴേ പൊരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എന്തായാലും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ചാനലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് അറിയിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ കേശിൻ്റെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓള് പോയിട്ടുണ്ട്. ഓള് പോകാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ വേറെ ഒരാൾ ഇവിടെ ഉറങ്ങി എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓളെ സെറ്റാക്കി ഓളെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഓക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ഉപ്പേരീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ റേക്കൊക്കെ എണീറ്റ് വരുമ്പം അങ്ങനെ എന്താ പറയുക, ചായ പെട്ടെന്നൊന്നും ചായ വേണ്ട, പക്ഷേ പല്ല് തേക്കൂല, അങ്ങനത്തെ ചെറിയ ചെറിയ പിടിവാശികളായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ റുട്ടീനാകുമ്പം എല്ലാം ശീലമാവും എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നിർബന്ധിച്ചിട്ടും കുറച്ച് പേടിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഇപ്പം അതൊരു ശീലമായി വന്നിട്ടുണ്ട്. എണീറ്റാരോട് തന്നെ പല്ല് തേക്കുക, ബാത്റൂം പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പയറുപ്പേരി വെക്കുന്നുണ്ട്. പയറുപ്പേരിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് പറയുക, മെഴുക്ക് വരട്ടിന്നോ തോരന്നൊക്കെ. പക്ഷേ നമ്മൾ തേങ്ങ ഒന്നും ഇടൂല കേട്ടോ. ഇവിടെ ഒരു തരത്തിലുള്ള ഉപ്പേരിയിലും തേങ്ങ ആവശ്യമില്ല, തേങ്ങ ഇഷ്ടം എല്ലാവർക്കും.
അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു റിലാക്സേഷനാണ്. എന്ത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും തേങ്ങ ചിരണ്ടണമല്ലോ എന്നുള്ളൊരു ടെൻഷനില്ല കേട്ടോ. ഇനി ഇതുപോലെ ഏതൊരു പച്ചക്കറി ഉപ്പേരി വെക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഉപ്പേരി വേവിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് വേറൊരു ടിപ്പ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ നമ്മളതിങ്ങനെ ഉപ്പേരി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചക്കറീൻ്റെ ആ ഒരു കളറൊന്നും മാറിപ്പോലെ. ഇപ്പോൾ തന്നെ ഈ ഒരു പയറിൻ്റെ കളർ കണ്ടില്ല, ആ ഒരു ഗ്രീൻ കളർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് ആണെങ്കിലും എന്താണെങ്കിലും അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊന്ന് ഫെയ്ഡായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അതുപോലെ കൂടുതൽ കുഴഞ്ഞു പോകുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇളക്കി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളറും ചേഞ്ച് ആവില്ല, അതുപോലെ തന്നെ ആ ഒരു സ്റ്റിഫ്നെസ്സും ഉണ്ടാവും ചെറിയ രീതിയിൽ ഉപ്പേരിക്ക് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പം തന്നെ ഞാൻ അതുപോലെയുള്ള ഓരോ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ നമുക്ക് സിമ്പിളാണ് കേട്ടോ. പാത്രം കഴുകാനും കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ടേബിളിലേക്ക് എടുത്ത് വെക്കാനും പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കാണാനും ഒക്കെ നല്ല നീറ്റായിരിക്കും. ഇന്ന് നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കുന്നത് വഴുതന വെച്ചിട്ടൊരു കറി കേട്ടോ. ഇവിടെ ഒരുപാട് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് വഴുതന. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അന്നൊരു കറിയാക്കി നോക്കാം. പക്ഷേ അവസാനം അത് നല്ലൊരു അടിപൊളി കറിയായി വന്നും ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ആ ഒരു എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനയും അതുപോലെ തന്നെ തക്കാളിയും കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ പോവാം കേട്ടോ. ഇതും അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ആ ഒരു എണ്ണയിൽ തീ കുറച്ചിട്ട് വാട്ടിയെടുക്കാൻ പോവാണ്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഒരു അരക്കപ്പോളം തേങ്ങ മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. തേങ്ങയും അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആക്കുന്നില്ല, മീഡിയം ഫ്ലെയിമിലേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ ആക്കുമ്പോഴാണ് നല്ല ഒരു വറുത്ത ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. തേങ്ങ ആവശ്യത്തിന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കായം പൊടിയല്ല, കട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ റോസ്റ്റ് ചെയ്യാനിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താലും മതിയേ. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്, കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ ആ ചൂടിലിരുന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നോളൂ. അങ്ങനെ തേങ്ങ അരച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലാവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആക്കിയിട്ട് ഒഴിച്ചതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് വേണ്ട ഉപ്പും കൂടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. നന്നായിട്ട് തന്നെ ഈ ഒരു അരപ്പ് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സ്കൂൾ വിടുന്ന ടൈമാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹോണടിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ. മുന്നേയൊക്കെ ഞാൻ രാത്രി എല്ലാവരും കിടന്നതിന് ശേഷമാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ അതിനൊന്നും ടൈം കിട്ടാറില്ല, പിന്നെ ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കൽ അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോസ് ഇടുന്നത് അങ്ങനെ പെൻഡിങ് ആയി പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ റിസ്ക് എടുത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചെയ്തിട്ടും നമുക്കങ്ങനെ റീച്ചൊന്നും ഇല്ലാതിരിക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തേങ്ങൻ്റെ അരപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ നാരങ്ങ വലിപ്പമൊന്നും വേണ്ട, അതിലും കുറച്ച് ഒരു പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുളിവെള്ളം തേങ്ങൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്, പച്ചക്കറീൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ പിന്നെ അടച്ച് വെക്കുന്നില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കറി സെറ്റാക്കി എടുക്കുന്നത്. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ശർക്കരൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് ശർക്കര ചേർത്താൽ മതി, ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇത് നല്ലോണം തിളച്ചിട്ട് അതിലുള്ള എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരുന്ന വരേക്കും നമ്മളിത് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ നമ്മളെ വഴുതനൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ ഇതാ സമയം കണ്ടില്ലേ, 9 മണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് ഇത്രയും ടൈമായത്. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഏകദേശം ഒരു 8 മണി 8:30 ആ ഒരു ടൈമിനുള്ളിലായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ അതിലും നേരത്തെ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പിന്നെ തലേന്നൊക്കെ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നേരത്തെ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയും പെട്ടെന്ന്, അതായത് ഒരു 9 മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും, മനസ്സുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ രാവിലത്തെ തിരക്കിൻ്റെ കൂടെ തന്നെ ഏതായാലും നമ്മൾ തിരക്കിട്ട് ഓടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ചോറും അതിൻ്റെ കൂടെ തന്നെ സെറ്റാവും. അപ്പോൾ ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോകാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ്ങും കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്നാണ് മനസ്സിൽ കരുതിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ആണല്ലോ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലുള്ള എന്തെങ്കിലും സ്പ്രേയോ കാര്യങ്ങളോ സ്മെല്ലിന് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലിൻ്റെ ക്യാൻഡിൽസ്, ആ ഒരു സെൻറ്റഡ് ക്യാൻഡിൽസ് ഒന്ന് ബേൺ ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് വരുള്ളൂ കേട്ടോ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എപ്പോഴും സിറ്റ് ഔട്ട് മുതൽ ലാസ്റ്റ് വരെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. തുടക്കം മുതൽ അവസാനം വരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലർ കുക്കിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് കിച്ചൺ ക്ലീനാക്കി പിന്നെ ഓരോ ഏരിയ ക്ലീനാക്കാൻ അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് തല മുതൽ അവസാനം വരെ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ക്ലീനാക്കി എടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ മേലെ ഇതാ നമ്മളവിടെ TV വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഭാഗത്തും കൂടി ക്ലീൻ ചെയ്യൽ എപ്പോഴും നിർബന്ധമാണ്. മറ്റേത് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് മേലെ അടിച്ചു വരി തുടയ്ക്കുന്ന ദിവസത്തേക്ക് മാത്രം അങ്ങോട്ടേക്ക് കയറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഡെയിലി അവിടെയും ഒന്ന് ഒതുക്കിയിടേണ്ട അവസ്ഥയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ടും ക്ലീനാക്കിയിടേണ്ട കുറച്ച് ഏരിയാസാണ് ഈ ഒരു കാണുന്ന വാഷ് ബേസിൻ്റെ ഏരിയ, അതുപോലെ സിറ്റ് ഔട്ട്, പിന്നെ ടേബിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് നമുക്ക് എത്ര ടൈമില്ലെങ്കിലും ദിവസം നമ്മളൊരു 5-10 മിനിറ്റ് ഇതിന് വേണ്ടി നിർബന്ധമായിട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ആക്കിയിടുക. അതായത് പൊതുവേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഏരിയാസ് നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പം വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഒരു ക്ലീൻ അല്ല അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെയൊന്നും ഫീൽ ചെയ്യൂല. പിന്നെ ഇതൊക്കെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഭാരം ഉണ്ടാവില്ല. കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ക്ലീനിങ്ങിനായിട്ട് നിന്നതുകൊണ്ട് തന്നെ ഈ ചെടീൻ്റെ വെള്ളം മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഇങ്ങനെ മൊത്തം വെള്ളമൊക്കെ മാറ്റി അതൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതിന് ശേഷം അതിനെ കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് വെക്കും കേട്ടോ. കാരണം ഈ പ്ലാന്റ് വെക്കുന്ന ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ ഞാനത് കൊണ്ടുപോയി വെക്കും. കുറച്ച് സമയം എന്നല്ല, അന്നത്തെ ദിവസം ക്ലീൻ ആക്കുന്ന ആ ഒരു ദിവസം ഞാനത് സിറ്റ് ഔട്ടിൽ വെക്കും. പിന്നെ ഈവനിങ് ആണ് എടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ വീണ്ടും അതുപോലത്തെ ഒരു റുട്ടീനാണ് കേട്ടോ. ബാക്കി ഞാൻ വെച്ചിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ജനലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അതിന് ഡയറക്റ്റ് സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റത്തെ ഒരു നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ക്ലീൻ ആക്കുക എന്നുള്ളത്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കയറി പോകുമ്പോഴൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എപ്പോഴും ഇംപ്രഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ തുടയ്ക്കൽ ഫർളാണ്. തുടയ്ക്കാണ്ട് വെച്ചിട്ട് കാര്യമില്ല, കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും തുടയ്ക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഒരു ലിക്വിഡ്, ഇതിൻ്റെ പേര് റിൻസോൾ എന്നാണ്. ഇത് ഏതെങ്കിലും ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ ഇത് ഒരാൾ കൊണ്ടുവരുന്നതാണ്. നമ്മൾ വണ്ടിയിലൊക്കെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ, എന്ന പോലെ കൊണ്ടുവരുന്നതാണ്. അപ്പം അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. നല്ല ഒരു ക്ലീനിങ് ലിക്വിഡാണ്. നമുക്കൊരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളി സ്മെല്ലാണ്. ഒരുപാട് ഫ്രാഗ്രൻസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഇത് ഒരു ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം കുറേ ആയി ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടോ. പിന്നെ ബാത്റൂമിലൊക്കെ ഓരോ ബോട്ടിൽസ് ഉണ്ട്. അപ്പം നല്ല സ്മെല്ലാണ്. ഒരുപാട് ഫ്ലേവേഴ്സ്, അതായത് ഫ്രാഗ്രൻസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഷോപ്പിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഒരാൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്.
അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ, സിങ്ക്, കിച്ചണിൽ അങ്ങനെ ബാത്റൂം എല്ലാ കാര്യം ക്ലീൻ ചെയ്യാം. നമ്മൾ ഫെനോയിലിന് യൂസ് ചെയ്യുന്ന പോലെ, പക്ഷേ ഫെനോയിലിൻ്റെ ആ ഒരു മടിപ്പിക്കുന്ന സ്മെല്ലൊന്നുമല്ല, നല്ല ഫ്രാഗ്രൻസ് ആണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റ് ഔട്ട് മുതൽ ബാക്കിയുള്ള ഏരിയയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്, കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണ് ഞാൻ നേരത്തെ രാവിലത്തെ ആ ഒരു കുക്കിങ് കാര്യം കഴിയുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടതാണ്. പിന്നെ നമ്മൾ എപ്പോഴും കഴുകി തട്ടാത്ത ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് ക്ലീൻ ആക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളുമാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. പണ്ട് ഞാൻ പേര് കേട്ടൊരു മടിച്ചായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത് എന്താ പറയുക, എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടാണ്, ആരും പറഞ്ഞു തന്നിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നിന്നല്ല, ബാക്കി എന്ത് കാര്യത്തിലായാലും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റാക്കി ചെയ്തിട്ടേ ഞാൻ അതിൽ പുറത്ത് കിടക്കുള്ളൂ എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്, അത് ഏത് കാര്യത്തിലായാലും കേട്ടോ. അപ്പോൾ ഇപ്പം ഇതുപോലെ തന്നെ ക്ലീനിങ്, കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുക്കിംഗ് ആണെങ്കിലും ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടി അത് ഫൈനൽ ഔട്ട്പുട്ട് നന്നാക്കാൻ എപ്പോഴും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ക്ലീനിങ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നല്ല രീതിക്ക് ക്ലീൻ ആക്കിയിട്ടേ ഞാൻ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ചെയ്യാണ്ട് അവിടെ ഇടുകയും ചെയ്യും കേട്ടോ. കാരണം തൊട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ക്ലീൻ ആക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇത്രയും മടിയുള്ള ഞാനൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പം ചിലർക്കെങ്കിലും ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളുകളുണ്ടാവും. ജസ്റ്റ് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് ഇടുക, ബാക്കി ഫ്രീ ടൈം ഫോണിലൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ദിവസം എഫേർട്ട് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഒരൊറ്റ ദിവസം ചെയ്തു നോക്കുക. കാരണം നിങ്ങൾക്ക് മൊത്തമായിട്ട് ആ ഒരു വീട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു സന്തോഷം, ഹാപ്പിനെസ്സും ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിൽ നിന്നൊരു ഭാരം എടുത്തു കളഞ്ഞ പോലെയാണ്. നമ്മൾ എന്തൊക്കെയോ ഒരു കെട്ടുകൾ നമ്മൾ മനസ്സിൽ വീണ് എടുക്കുന്നത് അതൊന്ന് ഒഴിവായ പോലെ നമുക്ക് ഫീൽ ആവും. ആ ഒരു റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ എപ്പോഴും, അതെ ഫ്രീ ടൈമിൽ എന്നല്ല, നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണം എന്ന് മസ്റ്റായിട്ട് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്യും, എന്തായാലും ചെയ്യും. മടിച്ച് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിതുപോലെ നേരത്തെ പണികൾ കഴിയുന്ന ദിവസം ഞാൻ ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമെന്ന്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊരു മേക്ക് ഓവറൊന്നും എനിക്ക് ആ ഒരു ഏരിയയിലേക്ക് കൊടുക്കാനായിട്ടില്ല. കാരണം അതിന് മേക്ക് ഓവറൊക്കെ കൊടുത്ത് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യുന്ന നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ അത്രയും സുന്ദരി ആക്കി അവിടെ വെച്ചിട്ട് കാര്യം, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഏരിയൻ്റെ പേർപ്പസ് ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. മറ്റേ കിച്ചണിൽ, അതായത് നമ്മൾ ആ ഒരു മേലെ വരുന്ന ആ ഒരു കിച്ചണിലാണ് ഞാൻ കുറച്ചും കൂടിയും ഷോ പീസ് പോലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ കംഫോർട്ടിന് വേണ്ടിയിട്ട്, കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാന്നുള്ളതാണ്. പക്ഷേ അത് വെക്കുന്നത് ചെറിയ രീതിയിൽ കാണാനൊരു ഭംഗിയുള്ള രീതിയിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം മെയിനായിട്ട് ഈ ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ അവിടെ വെച്ചപ്പോൾ മുതലാണ് എനിക്ക് ആ ഒരു ഏരിയ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വല്ലപ്പോഴും ഇതുപോലെ ഇങ്ങനെ എടുത്ത് ക്ലീൻ ആക്കാറുള്ളൂ, അങ്ങനെ വെക്കലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ടൈം കിട്ടിയപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഞാനൊന്ന് റീപ്ലേസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റാക്കിൻ്റെ മേൽഭാഗത്ത് ഞാൻ ഓയിൽ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ, ഓയിൽ, അതുപോലെ തന്നെ നമ്മളെ ഓയിൽ ബ്രഷൊക്കെ. അപ്പോൾ ഇതിന്ന് ഓയിൽ ഒരിക്കലും താഴോട്ട് സ്പില്ലാവുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ താഴെ വെക്കുന്ന ബോട്ടിൽസിൻ്റെ മേലൊക്കെ ഓയിലിൻ്റെ കറകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽസൊക്കെ ചീത്തയായിട്ടുണ്ട്, കാണാനും വൃത്തിയും ഒക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനാലിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിഡൊക്കെ ആ ഒരു എയർ ടൈറ്റൊക്കെ പോയിട്ടുണ്ട്, അത് വർക്ക് ചെയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റവും വേണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മാറ്റുന്ന സമയത്ത് താഴത്തെ ബോട്ടിലൊന്നും ചീത്താവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈനർ ആ ഒരു മേലത്തെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കബോർഡ് ലൈനറാണ്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ മുന്നേ തന്നെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം കബേർഡ്സിൽ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ച് ഞാൻ ഓരോ കബോർഡ് ക്ലീൻ ആക്കുന്നതിനനുസരിച്ച് ലൈനർ ഇട്ടു. പക്ഷേ എനിക്ക് തോന്നിയത് ലൈനർ ഇടുന്നതിനേക്കാളും നല്ലത് ഇടാത്തതാണെന്നാണ് കേട്ടോ. പിന്നീട് ഞാൻ ഓരോ ടൈം ക്ലീൻ ആക്കുമ്പോൾ ഞാൻ ആ ലൈനർ എടുത്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൈനർ ഇട്ട് കഴിയുമ്പോൾ
അല്ലാണ്ട് എനിക്ക് അത്ര ഒരു കൂറ ശല്യം തോന്നിയിട്ടില്ല. പക്ഷേ ഈ ലൈനർ ഇട്ടുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ കൂറകൾ പാറ്റകളൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഫുൾ അതിൻ്റെ അടിയിൽ പെറ്റി പെരുക്കുന്ന പോലെ എനിക്ക് തോന്നാം. അപ്പോൾ പിന്നെ ഞാൻ ലൈനറൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഇട്ട പോലെ തന്നെ ഓരോന്നെടുത്തിട്ട് പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ താഴെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കോഫി, ഷുഗർ, ടീ ആ ഒരു ബോട്ടിൽസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടപ്പൊക്കെ വർക്ക് ചെയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണാനും വൃത്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിൽസ് നമുക്ക് മൈജിന്ന് റിവാർഡ് പോയിൻറ്റ്സ് റിഡീം ചെയ്തിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ആയി, ഞാനിങ്ങനെ പിന്നെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഏരിയ ചെയ്യുമ്പം അതിൻ്റെ കൂടെ എനിക്ക് വേറൊരു ആവശ്യമുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു ഹോൾഡർ അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ. ഇതുപോലെ നമുക്ക് ടവൽ കൊളുത്തിയിടാം. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഡ്രെയിൻ റാക്കൊക്കെ ഒരു ഡ്രെയിൻ റാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽസിൽ നിന്നുള്ള സോപ്പ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ ഫങ്ഷണൽ വൈസ് നല്ലൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിക്കിംഗ് ഹുക്ക് അത് അത്ര വർക്കിംഗ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഈ ഒരു ജനലിൻ്റെ അവിടെ കുറച്ച് എൻ്റെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് അങ്ങനെയുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈയെത്തുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് ഒരെണ്ണം നന്നായിട്ട് സ്റ്റിക്കായി, പക്ഷെ മറ്റെണ്ണം അത്ര സ്റ്റിക്കായതുമില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഫങ്ഷണൽ വൈസ് ഞാൻ പറഞ്ഞില്ല, നല്ല അടിപൊളി സംഭവമാണ്, ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സ്റ്റിക്കിങ് സംഭവത്തിൻ്റെ അത് മാത്രമാണ് എനിക്ക് ക്വാളിറ്റി പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ ആ ഒരു ഫോട്ടോയിലൊക്കെ കാണിച്ചതിൽ നല്ല ബോട്ടിൽസും ഹാൻഡ് വാഷും ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒരു കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ വെച്ചപ്പോൾ എനിക്ക് അത്ര ഒരു ഉറപ്പ് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടും അത് ഒട്ടിച്ചു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ഒട്ടിച്ചൊക്കെ വെച്ച് ആ സമയത്ത് എനിക്ക് ഓക്കെ ആയി തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഹാൻഡ് വാഷും ഡിഷ് വാഷും ബോട്ടിലൊക്കെ അതിൽ വെച്ച് വേറെ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മേലത്തെ കിച്ചണിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പം ഒരു സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പം പിന്നെ നിങ്ങൾ കാണുന്ന അവസ്ഥ ഇതാണ് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഹാൻഡ് വാഷ് ബോട്ടിൽ പൊട്ടിയിട്ടുണ്ട്. ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ള ഐക്യൻ്റെ ബോട്ടിലാണ്. അപ്പം ഡിഷ് വാഷ് ബോട്ടിൽ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്, മറ്റത് പൊട്ടിപ്പോവുകയും ചെയ്ത്. അതോടുകൂടി അന്നത്തെ മൂഡ് മൊത്തം പോയിട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം കരുതി വേറെ എന്തെങ്കിലും ടേപ്പ് വാങ്ങിച്ചിട്ട് അത് തന്നെ സ്റ്റിക്ക് ചെയ്യാമെന്ന്. പിന്നെ എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ല, ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ലാസ്റ്റ് അതൊക്കെ ക്ലീനാക്കി എടുത്ത് ഞാൻ ആ സംഭവം റിട്ടേൺ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അന്നത്തെ ദിവസം പിന്നെ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു സംഭവം പാളിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് പോകുമല്ലോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ജസ്റ്റ് ഈ ഒരു ഏരിയ മാത്രമേ കുറച്ചുകൂടിയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നിർത്തി വെക്കലായിട്ടോ. പിന്നെ ഈ ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ടവലും, പുതിയ ഹാൻഡ് ടവൽസ് 1-2 വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും അവിടെയൊക്കെ ക്ലീൻ ആക്കിയതല്ല, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിക്കളയാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒന്നുണ്ടായിരുന്നു. അത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂർ. ഇത് ഞാനിപ്പം കോഴിക്കോട് സ്മാർട്ട് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റാണ്. 1-ന് 49 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. നല്ല റേറ്റാണ്, നല്ല സിമ്പിളാണ് കേട്ടോ, കാണാനും ക്യൂട്ടല്ലേ. അപ്പോൾ ഇതിന്ന് തൽക്കാലം ഞാൻ ആ സ്റ്റാറിൻ്റെതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളത്. കുറച്ചുകൂടി ഡാർക്ക് കളറാണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് മിനിസോയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.